ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിലേക്ക് മസാല വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാനൊരു കോഴിമുട്ടൊന്ന് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളകും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ അളവ് പറയാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില, മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്തിട്ട് ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളകൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ഗ്ലാസ് കടലമാവും അതുപോലെ ഒരു ഗ്ലാസ് മൈദമാവും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ടും ഒരേ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലാസ് അളവ് നിർബന്ധമൊന്നുമില്ല, രണ്ടും ഒരേ അളവിലെടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. ബജിയുടെ മാവിൻ്റെയൊക്കെ ഒരു പാകത്തിന് വേണം നമ്മളിത് കലക്കിയെടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മാവ് മിക്സ് ചെയ്ത സമയത്ത് തന്നെ ചേർത്താൽ മതി. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നല്ല മുരിച്ചിലുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുത്താൽ മതി. ഒരുപാട് ലൂസായി പോകരുത് മാവ്. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം നമ്മൾ കലക്കിയെടുക്കാനായിട്ട്. ഇനി ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കുക. ഇനി നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി ബ്രെഡ് ഇതുപോലെ ഒരു അടപ്പ് എന്തെങ്കിലും വെച്ചിട്ട് റൗണ്ടായിട്ടൊന്ന് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു മാവിൽ മുക്കിയിട്ട് നമ്മൾ ചൂടായിട്ടുള്ള ഓയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ബ്രെഡിൻ്റെ 2 ഭാഗത്തും മാവാവുന്ന രീതിയിലൊന്ന് മുക്കിയെടുക്കുക. അപ്പോൾ ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, സാധാരണ ബ്രെഡ് പീസ് വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഭാഗം നിങ്ങൾ കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ഭാഗമായി വരുന്ന സമയത്ത് തിരിച്ചിട്ടിട്ട് 2 ഭാഗവും നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ. ബ്രെഡൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്യണം, ഇല്ലെങ്കിൽ എണ്ണ കുടിക്കും. അപ്പോൾ നന്നായിട്ട് തീ കൂട്ടി വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഇതിൻ്റെ ഉൾഭാഗം ഒരുപാട് വേവാനൊന്നുമില്ല, ബ്രെഡിൻ്റെ പീസാണ്. അത് കാരണം തന്നെ നമുക്ക് നല്ല ചൂടായിട്ടുള്ള ഓയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് 2 ഭാഗവും നല്ലൊരു ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കിത് ഓയിലിന് കോരി മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. വളരെ കുറഞ്ഞ സമയം മാത്രം മതി. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.